ഭഗവാൻ വിഷ്ണുവിൻ്റെ ദശാവതാരം വർണ്ണിക്കുന്ന അധികം ഗാനങ്ങൾ മലയാളത്തിൽ പുറത്തിറങ്ങുകയുണ്ടായിട്ടില്ല. സുബ്രഹ്മണ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ നമ്മളെ കാണിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൽ ONV സാർ എഴുതിയ മനോഹരമായ ഒരു ദശാവതാര വർണ്ണനയുണ്ട്. ആദിയിൽ മത്സ്യമായി ദേവൻ അവതരിച്ചു എന്ന് പറഞ്ഞ് ദക്ഷിണാമൂർത്തി സ്വാമി മനോഹരമായി രാഗമാലികയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ ഗാനം ദാസേട്ടൻ അതിമനോഹരമായിട്ടാണ് ആലപിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളും കാണുമ്പോൾ പ്രത്യേകിച്ചൊരു നമുക്കൊരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരുടെയും മനസ്സിങ്ങനെ ആ ഗുരുവായൂരപ്പനിലേക്ക് വിഷ്ണുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു ഗാനമാണ് ഈ ഗാനം. ആദിയിൽ മത്സ്യമായി ദേവൻ അവതരിച്ചു, വേദങ്ങൾ വീണ്ടെടുത്തു, ആഴിയാണുപോയ മന്ദര പർവ്വതത്തെ ആമയായി ചെന്നുയർത്തി. വന്നു വരാകമായി ആഹിരണ്യാക്ഷനെ കൊന്നു, വിശ്വത്തെ രക്ഷിച്ചു ദേവൻ. ഭക്തനാം പ്രഹ്ലാദനെ തുണ ചെയ്യുവാൻ ഉഗ്രനരസിംഹമൂർത്തിയായി. മൂലക്കും മൂന്നടിയായളന്നൊരു വാമനനായങ്ങവതരിച്ചു. വിശ്വം ജയിക്കും പരശുധരിച്ചൊരു ക്ഷത്രിയ വൈരിയാം രാമനായി. ജന്മത്തിൻ്റെ ദുഃഖങ്ങളാകവേ മൊത്തിക്കുടിച്ച് വൈദേഹി രമണനായി. കന്നി നീലങ്ങൾക്കു രോമാഞ്ചമേകിയ പൊന്നിൻ കലപ്പയേന്തും ബലരാമനായി. മയിൽ പീലി മുടിചൂടി മണിമുരളികയൂതി മധുരയിൽ മുകിൽ വർണ്ണൻ അവതരിച്ചു. വളയും കിലുങ്ങിയാടി തളിരടി താണ്ഡവ നൃത്തമാടി കാളിന്തിയാറ്റിൽ വിഷങ്കലത്തീടിന കാളിയദർപ്പമടക്കിയാടി. കണ്ണൻ കാളിയദർപ്പമടക്കിയാടി. കൊടിയൊരു പാമ്പിന്റെ പത്തി താഴ്ത്തി അതിന്മേലാനന്ദ നൃത്തമാടി. കാർമുകിൽ വർണ്ണൻ മുരളിയൂതി അത് കാണുവോർ കാണുവോർ കൈകൾ കൂപ്പി. പിഴിക്കോണുകളായിരം പൂക്കൾ തൂകി. കേശപാശമണിയുന്ന പീലികളുലഞ്ഞു കുണ്ടലമുലഞ്ഞു പൂമാല മുത്തുമ
മണിമാലമാറിൽ അതിരമ്യമായിളകിയാടിയും മഞ്ഞ ചുറ്റി മണികാഞ്ചി ചാർത്തി കനകച്ചിലമ്പുകൾ ചിരിച്ചു നന്മഞ്ജുഹാസമോടു രാസകേളിയതിലുല്ലസിച്ചതു മഹോഭവാൻ.